ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന്. ഞാൻ സാരിയാണ് ഉടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം എന്തിനാ ഇവൾ ഇത്രയും മേക്കപ്പൊക്കെ ഇടുന്നതെന്ന് അമ്പലത്തിൽ പോണേന്. അപ്പോൾ ഞാൻ ഫോട്ടോസ് കൂടി എടുക്കുന്നുണ്ട് സാരി ഉടുത്തല്ലേ, അപ്പോൾ ഫോട്ടോസ് കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്കിൻ കെയർ, ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. ഞാൻ പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. പിന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തു. ഇത് SPF 40 ആണ്. അപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 6 മണിക്കാണ് പോകുന്നത് എങ്കിലും 6 മണിയല്ല 5 മണിക്കാണ് പോകുന്നത് എങ്കിലും സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാൻ വലുതായിട്ട് ഈ 3 ഫിംഗർ റൂളൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. പ്രൈമർ ഞാൻ യൂസ് ചെയ്തില്ല, ഡയറക്റ്റ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. അടിപൊളി ഫൗണ്ടേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റായിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. ഞാൻ ആദ്യം ഒരു ഡോട്ട് കയ്യിലെടുത്തതിന് ശേഷം ഇത് ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ സ്പഞ്ച് യൂസ് ചെയ്യുന്നില്ല, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഈ ഒരു പുട്ടി അടിച്ച എഫക്റ്റ് കാണും. കാരണം അത് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ റോങ് ആയിട്ടുള്ളൊരു വേയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനായിട്ടൊരു അടിപൊളി ഹാക്കുണ്ട്. ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പഞ്ച് എടുത്തതിന് ശേഷം ഒരു ബോട്ടിലല്ല ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഈ സ്പഞ്ച് മുക്കി നല്ലപോലെ എടുക്കുക. എന്നിട്ട് ആ വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഫേസിൽ ഇങ്ങനെ ഡോട്ടായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പം നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. ഈ പുട്ടി അടിച്ചൊരു എഫക്റ്റ് കാണത്തില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പുട്ടി അടിച്ചൊരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു പുട്ടി അടിച്ച പോലെ തോന്നും, പക്ഷേ ഇത് അതെനിക്ക് തോന്നുന്നു ക്യാമറയിൽ ആ ലൈറ്റിൻ്റെ ഇതിലായിരിക്കും. അല്ലാതെ ഇത് ഡയറക്റ്റ് കാണാനായിട്ട് പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഞാനപ്പോൾ കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു 2 ഷെയ്ഡ് ഡിഫറൻസ് വരുന്നത്. ഫേസിലൊരു ഷെയ്ഡ്, നെക്കിലൊരു ഷെയ്ഡ്. അതുകൊണ്ട് ഞാൻ നെക്കിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് സാരിയാണ് ഉടുത്തത്. ബ്ലൗസ് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് സാരി പ്ലീറ്റ് എടുക്കണതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം, ഞാനെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ കാണിക്കാത്ത എന്തെന്ന് വെച്ചാൽ എനിക്ക് മിറർ നോക്കി എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ മിറർ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ പോയി മിറർ നോക്കി ഫില്ല് ചെയ്തിട്ട് വന്നതാണ്. അതിനുശേഷം ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ഷെയ്ഡ് യൂസ് ചെയ്യണം, കാരണം നൈറ്റ് ആണല്ലോ, ഈവനിങ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലൈറ്റ് കളർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് ലൈറ്റ് കളറാണ് ഷെയ്ഡ് യൂസ് ചെയ്തത്. അത് ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ടൈമായി അവിടെ കിടന്ന് വെപ്രാളം പിടിക്കായിരുന്നു, ഇറങ്ങെന്നും പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫോട്ടോ എടുക്കണം, മേക്കപ്പ് ചെയ്യണം, എല്ലാം ചെയ്യണ്ടേ. അപ്പം ഒരു ധൃതിയിൽ ഞാൻ കൈ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഇങ്ങനെ ധൃതിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഐ ഷാഡോ ബ്ലഷൊന്നും ഇടാൻ പറ്റില്ലെങ്കിൽ ഒരു കിടിലൻ ഐറ്റം ഉണ്ട്, എൻവൈബയുടെ ബ്ലഷ് ഉണ്ട്. എൻവൈബയുടെ ബ്ലഷ് നമുക്ക് ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം, ബ്ലഷാണല്ലോ, ബ്ലഷായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അടിപൊളിയാണ്. അതിനുശേഷം ഞാൻ ഐലൈനർ കൊണ്ട് കണ്ണെഴുതി കൊടുക്കുകയാണ്. ഞാൻ ഡാസറിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ ഒരുപാട് ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്, ലാക്മേ, സ്റ്റുഡിയോയുടെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡാസ്ലർ ഉണ്ടെങ്കിൽ എനിക്ക് കണ്ണെഴുതാൻ പറ്റത്തുള്ളൂ. അതറിയത്തില്ല എന്താണെന്നോ, പക്ഷേ എനിക്ക് ഡാസ്ലർ തന്നെ വേണം. ഡാസ്ലർ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു വിങ് വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡാസ്ലറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ കാജൽ എഴുതണമെന്നുണ്ടായിരുന്നു താഴെ, പിന്നെ ടൈം ആയതുകൊണ്ട് ഞാൻ താഴെ കാജൽ എഴുതിയില്ല, അത് വെച്ച് തന്നെ താഴെയും കൂടെ എഴുതി കൊടുക്കുകയാണ്. നമ്മൾ കണ്ണെഴുതുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്, ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് ഡാർക്കായിട്ടാണ് എഴുതി കൊടുത്തത്. പിന്നെ ഐ ഷാഡോ കൂടി ഐ ഷാഡോ നമ്മളൊരു പെർഫെക്റ്റ് ഷെയ്ഡാണ് ഇട്ടേക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഐലും കൂടെ, അതായത് ഐലൈനറും കൂടെ എഴുതുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കാര താഴെയും മുകളിലും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐലൈനർ എഴുതണതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കെ, ഞാൻ അത് വീഡിയോ ഇടുന്നതാണ്.
അങ്ങനെ ഞാൻ സാരി ഉടുത്തു. ഞാൻ കുളിച്ചിട്ട് തല കെട്ടി വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി. പിന്നെ ഞാൻ പൊട്ടിട്ടിട്ടുണ്ട്. അത് ഐലൈനർ വെച്ച് തന്നെ ഇട്ടതാണ്. അതിനുശേഷം തല നല്ലപോലെ ഒന്ന് നനഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ ഉണങ്ങിയപ്പോൾ ഒന്ന് കുടയെന്ന് പറയൂ. അതിനുശേഷം ഞാൻ കമ്മലിട്ട് കൊടുക്കുകയാണ്. എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഏതുകൊണ്ട്. ഞാൻ ഫസ്റ്റ് ജിമിക്കയാണ് ഇട്ടത് കേട്ടോ. ജിമിക്ക ഇട്ടപ്പോൾ എനിക്ക് ഇതിനങ്ങ് ചേരണില്ലാന്ന് തോന്നിയോണ്ട് ഞാൻ നമ്മൾ മറ്റേ ഹിന്ദിക്കാരൻ ചേട്ടൻ ഇല്ലേ, അവരുടെ നിന്ന് വാങ്ങണ കമ്മലാണ് അതിട്ടു. അതിനുശേഷം ഞാനൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്. അതിനുശേഷം ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ കെട്ടി. പൂവൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെ കെട്ടി. പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ്. സാരിയുടെ ഇതും എല്ലാം ആയിട്ടൊന്ന് സെറ്റാക്കുകയാണ്. പിന്നെ ഞാൻ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ട് ഞാൻ ഈ ഐലൈനർ വച്ചെങ്കിലും ഞാൻ അതിനുശേഷം കളർ പൊട്ടാണ് വെച്ച് കൊടുത്തത്. ഒരു നീല കളറുള്ളൊരു പൊട്ടാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.